എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയറുപ്പേരിയാണ്. നാടൻ പയറുപ്പേരിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ പയറാണ് നമ്മളിവിടെ നേരെയാക്കി കഴുകി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിമുളകാണ് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായ വെള്ളം മതി. കുറച്ച് നല്ല വേവ് വേണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് നാടൻ പയറാണ്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. അതുകൊണ്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നമ്മുടെ പയർ ഏകദേശം വേവാറായി. ഇനി നമ്മളിത് വെന്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾക്ക് താളിച്ചെടുക്കണം. അതിലേക്ക് ഒരു 4 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളിതിലേക്ക് 2 മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വറ്റൽ മുളക്. അതിലേക്ക് ഇനി 1/2 സ്പൂൺ കടുകും ചേർത്ത് നന്നായി ഒന്ന് പൊട്ടിയ ശേഷം നമ്മളിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇത് സവാളയല്ല, ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ നന്നായി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതാണ് നാടൻ പയറുപ്പേരിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. നമുക്ക് ഓണത്തിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉപ്പേരിയാണ് പയറുപ്പേരി. ഇത് നല്ല ബ്രൗൺ കളറായി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പയർ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. പയർ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പയറുപ്പേരി റെഡിയായി. ഇനി നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിരിക്കും. നാളികേരവും ചേർത്തേണ്ട. ഇത് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.